സഭാപിതാക്കന്മാരെ, സിനഡ് മെത്രാന്മാരെ, നിങ്ങളെന്താ വിശുദ്ധ കുർബാനയുടെ കാര്യങ്ങൾ അൽമായ മുന്നേറ്റമെന്ന ഒരു സ്വകാര്യ സംഘടനയുടെ ഇഷ്ടത്തിനൊത്ത് മാറ്റിമറിക്കുന്നത്? നിരീശ്വരവാദികളും യുക്തിവാദികളും വിജാതീയരും തിരുസഭയുടെ ഔദ്യോഗിക സർക്കുലറുകൾ കീറുകയും അസഭ്യവർഷം നടത്തുകയും സഭാപിതാക്കന്മാരുടെ കോലം കത്തിക്കുകയും ഉൾപ്പെടെ സഭാവിരുദ്ധ പ്രവൃത്തികൾ നടത്തുന്നവരും മാത്രമടങ്ങിയ 3-4 വർഷങ്ങൾക്ക് മുമ്പ് ആരുടെയോ താല്പര്യപ്രകാരമുണ്ടായ ഈ സംഘടനയുമായി മാത്രം വിശുദ്ധ കുർബാനയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ എറണാകുളത്ത് കത്തോലിക്ക സഭയുടെ തന്നെ എത്രയോ സംഘടനകളും പ്രാർത്ഥനാ സംഘങ്ങളും യൂത്ത് സംഘടനകളുമാണുള്ളത്. കൂടാതെ 10,000-കണക്കിന് ഫാമിലി യൂണിറ്റുകളുമുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ കത്തോലിക്ക സഭയുടെ ഈ സംഘടനകളെ ഒന്നും അംഗീകരിക്കാതെ ഏതോ ഒരു വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള അൽമായ മുന്നേറ്റം എന്ന സംഘടനയെ മാത്രം അംഗീകരിക്കുന്നത്? ഇത് അന്യായമല്ലേ? ഇന്ത്യ ഭരിക്കുന്നത് അൽമായ മുന്നേറ്റം എന്ന സംഘടനയല്ല. വിശുദ്ധ കുർബാനയുടെ മേലോ തിരുസഭയുടെ മേലോ ഈ സംഘടനയ്ക്കോ ഇതിന്റെ നേതാക്കൾക്കോ അംഗങ്ങൾക്കോ യാതൊരുവിധ അധികാരവുമില്ല. യാതൊരുവിധ ആധികാരികതയുമില്ലാത്ത അൽമായ മുന്നേറ്റം എന്ന സംഘടനയുമായി ഒരു സമവായമുണ്ടാക്കി സത്യവിശ്വാസികൾക്ക് വിശുദ്ധ കുർബാന നിഷേധിക്കാൻ ഈ സംഘടനയും മെത്രാന്മാരും തമ്മിലുള്ള ഒത്തുകളി എന്ത്? ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ തിരുസഭ അനുശാസിക്കുന്ന വിശുദ്ധ കുർബാന ലഭിക്കാൻ വിശ്വാസികൾക്ക് അവകാശമുണ്ട്. അത് തടയാൻ അൽമായ മുന്നേറ്റം എന്ന സംഘടനയ്ക്ക് യാതൊരുവിധ അധികാരവുമില്ല. ഇവരുടെ ആവശ്യപ്രകാരം നിലവിലില്ലാത്ത ഒരു രീതിയിൽ കുർബാന അർപ്പിക്കാനുള്ള ബാധ്യതയും തിരുസഭയ്ക്കില്ല. സഭാ നേതൃത്വത്തിലെ പിതാക്കന്മാരുടെ കോലം പെട്രോൾ ഒഴിച്ച് കത്തിച്ചവരാണവർ. ബിഷപ്പ് ഹൗസ് കൈയടക്കി സഭാപിതാക്കന്മാരുടെ ഫോട്ടോയിൽ കരിയോയിൽ ഒഴിച്ചവരാണിവർ. ആലഞ്ചേരി പിതാവിനോട് വെള്ള പേപ്പറിൽ ഒപ്പിട്ട് തന്നില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭഗവത്ഗീത ഉദ്ധരിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയവരാണിവർ. മുൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ കാലിൽ ചവിട്ടുകയും കൈ പിടിച്ച് തിരിക്കുകയും ആക്രോശിച്ച് ഭീഷണിപ്പെടുത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തവരാണിവർ. വിശുദ്ധ കുർബാനയെ സമരമാർഗമാക്കി അവഹേളിക്കാൻ എല്ലാ പിന്തുണയും വിമത വൈദികർക്ക് നൽകിയവരാണിവർ. ദേവാലയ അങ്കണത്തിൽ സമരപ്പന്തൽ കെട്ടി രാഷ്ട്രീയ പാർട്ടി ഓഫീസ് പോലെ തരം താഴ്ത്തി അധിക്ഷേപ പ്രസംഗങ്ങൾ നടത്തി സമരം ചെയ്തവരാണിവർ. ഇങ്ങനെ തിരുസഭാ മക്കൾക്ക് ദ്രോഹങ്ങൾ മാത്രം ചെയ്തിട്ടുള്ള ഇവരുമായി വിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ ചർച്ച നടത്താൻ മെത്രാന്മാർക്ക് ഇവരോടുള്ള വിധേയത്വം എന്താണ്?